വർഷത്തെ നമ്മുടെ ഓണം അടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി ഓണം. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? ഇന്ന് ഞാനൊരു ഓണ സ്പെഷ്യലായ അച്ചപ്പമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട അച്ചപ്പം. അപ്പോൾ നമുക്ക് വളരെ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഞാൻ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇങ്ങനെ വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം കുറച്ച് നമ്മൾ അരിയിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് അത് ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് എടുത്ത് മാറ്റി വെക്കണം. അപ്പം ഞാൻ ഇതെല്ലാം അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, തരികളൊന്നും ഇല്ലാതെ തന്നെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 6 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കോഴിയെ ഇട്ട മുട്ട തന്നെയാണ്. അപ്പോൾ 6 മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 മുട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കിലോ പഞ്ചസാര മൊത്തത്തിൽ ഞാൻ ചേർക്കുന്നില്ല, കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. കാരണം അത്ര ഒരുപാട് മധുരത്തിലല്ല ഞാനിവിടെ ചെയ്യുന്നത്, എന്നാൽ അത്യാവശ്യം മധുരവുമുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിനാണ് ഞാൻ അളന്ന് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 400 ഗ്രാം പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഒരുപാട് മധുരമായാലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് നിങ്ങൾക്ക് മധുരം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 1/2 കിലോ പഞ്ചസാരയോളം എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ടയും ഈ പഞ്ചസാരയും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് ഇതുപോലെ പതഞ്ഞു വരണം. അത് നമുക്ക് കുഴയ്ക്കാൻ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് വിസ്താരമുള്ളൊരു പാത്രം എടുക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാൻ പറ്റും. ചെറിയ പാത്രം എടുക്കുക, അത് വലിയ പാത്രം തന്നെ എടുക്കുക. പിന്നെ ഞാൻ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് നല്ല അത്യാവശ്യം എനിക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ കൂടെ നമുക്ക് മാറ്റി വെക്കാം. ഒരു 2-2.5 കപ്പോളം എനിക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു കപ്പാണ് കേട്ടോ. അതിൽ കുറച്ച് മാത്രമേ ഞാനെടുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ, മൊത്തത്തിൽ ഒഴിക്കരുത്. നമുക്ക് വെള്ളം കൂടിപ്പോകും. പിന്നെ കുറച്ച് ഉപ്പും കൂടെ, ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇത് ഇളക്കി നന്നായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടിയെ കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കട്ടയില്ലാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പം അല്ലേ പിന്നെ കട്ട കെട്ടിക്കിടക്കും. അപ്പം കുറച്ചായിട്ട് നമുക്ക് ഇട്ട് ഈ മിക്സിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കണ്ടോ ഇട്ട് കൊടുക്കുന്നേ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഒരുപാട് വെള്ളമായി പോകരുത്. നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് ഈ ബാറ്റർ കിട്ടുന്നതെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ആവശ്യത്തിന് കറക്റ്റിനുള്ളതാണ് ഞാനിപ്പം എടുത്തിരിക്കുന്ന തേങ്ങാപ്പാൽ. അഥവാ വേണ്ടി വരുവാണെങ്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. 2 കപ്പ് മൈദയും കൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്നത്. അപ്പോൾ ഇതാണ് പരുവെന്ന് പറയുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ യോജിപ്പിച്ച് എടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണേ. അത് നന്നായിട്ടൊന്ന് ഇതിലേക്ക്, അതായത് ഒരു സ്പൂണോ 1/2 സ്പൂണോ വല്ലതും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം 1 കിലോ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത്. അപ്പോൾ ജീരകം ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞാനൊരു 1/2 മണിക്കൂർ വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ആണെങ്കിലും മതി കേട്ടോ. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ 30 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ചുവട് നല്ല കട്ടിയുള്ളൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചുവട് കട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കുവാണെങ്കിൽ എണ്ണയും അങ്ങനെ പെട്ടെന്ന് ആവത്തില്ല, എന്ന് പറഞ്ഞാൽ ഒരുപാട് ആവത്തില്ല. പിന്നെ നമുക്ക് ഇച്ചിരി വിസ്താരമൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് അച്ചപ്പമൊക്കെ നന്നായിട്ട് നമുക്ക് എടുത്ത് മാറ്റാനും ഇടാനും ഒക്കെ ഒരു സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ ബട്ടർഫ്ലൈയുടെ ഒരു അച്ചാണുള്ളത്. വേറെ ഒന്നും കൂടെ ഉണ്ട്, വട്ടത്തിലുള്ള. സാധാരണ അതാണല്ലോ നമുക്ക് കിട്ടാറുള്ളത്. അച്ചപ്പം എന്ന് പറയുമ്പോൾ വട്ടത്തിലിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതുകൂടെ ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം അച്ചയിലൊന്നും പറ്റി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് എണ്ണയിലിട്ട് വെക്കണം. എണ്ണയിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട്
ചൂടായതിനു ശേഷം, എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഈ ബാറ്ററിൽ മുക്കി ഇടാവുള്ളൂ. എന്നിട്ട് മാവ് അല്പം ഈ അച്ചയിലോട്ട് ഒന്ന് മുക്കിയ, അത് കവറായി പോവല്ലേ, മുക്കിയതിന് ശേഷം നമ്മൾ ഈ തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ഇടുകയാണ്. ഇപ്പം നമ്മൾ അച്ചൊക്കെ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസമേ നമ്മൾ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ അരി കഴുകുന്ന വെള്ളത്തിനകത്തോ ഒക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അതിൽ നിന്ന് ഇളകി കിട്ടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ അച്ചയിൽ ഇങ്ങനെ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അടുത്തത് നമ്മൾ തിരിച്ചും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 പ്രോസസ്സിങ് കൂടാണ് നടക്കുന്നത്. ഇട്ട് കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ തിരിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 അച്ചപ്പം ഇങ്ങനെ ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട്. ഇനി ഞാൻ മറ്റേ അച്ചിൽ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്, വട്ടത്തിലുള്ളതും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് മാറി മാറി ഇതൊന്ന് ചെയ്തെടുക്കാമേ. കുറച്ച് സമയമെടുക്കും, എന്നാൽ വളരെ പെട്ടെന്നും ആകും. ഒരാളോടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആവും. ഇപ്പം എൻ്റെ 1-2 അച്ചപ്പം ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഞാൻ വട്ടത്തിലുള്ളതാണ് ഇട്ടിരിക്കുന്നത്, കണ്ടോ. ഇതും കണ്ടോ, മുക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞിങ്ങനെ കൊടുത്താൽ മതി. അതാ പെട്ടെന്ന് അച്ചേന്ന് ഇങ്ങനെ ഊരിയിങ്ങി വരും. ഒരു 2 സെക്കൻഡ് ഒന്ന് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാം. ഒരുപാട് അങ്ങ് മൂക്കണ്ട, നമുക്കതിൻ്റെ ഒരു കളറ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. നല്ല കുറച്ച് കട്ടിയിൽ ഇരിക്കും, നല്ല കറുമുറാന്നിരിക്കും കേട്ടോ. അപ്പോൾ ഓണത്തിനൊക്കെ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇതൊന്നും പണ്ടേ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചെയ്യുന്നതാണ്. അച്ചപ്പം, കുഴലപ്പം, നെയ്യപ്പം, ഉണ്ണിയപ്പം ഒക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം. പിന്നെ ഉപ്പേരി, അത് പറയാൻ മറന്നുപോയി. ഉപ്പേരിയെ അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ചപ്പം ചെയ്യാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു അച്ചപ്പം ഇടാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ ആ ഓണത്തിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കുറേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കയറി കാണണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മുടെ അച്ചപ്പം ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറുമുറായിരിക്കുന്ന അച്ചപ്പം കണ്ടില്ലേ. അപ്പം നമ്മൾ ഇത് ഒരു അച്ചപ്പം ഇട്ടതിന് ശേഷം നമ്മളത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അച്ചിങ്ങ് എടുത്ത് മാറ്റരുത്. ഒരു 2 സെക്കൻഡോളം നമ്മൾ ആ എണ്ണയിൽ ഒന്ന് ഇട്ട് വെക്കണം. എന്നാൽ മാത്രമേ അതിൽ ഒന്ന് പിടിച്ചിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മാവ് ഈ അച്ചയെ പിടിക്കത്തില്ല. അപ്പോൾ അതൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഈ പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ കറക്റ്റായിട്ടുള്ള അറിയാൻ പറ്റും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞത്. അതാ നമ്മുടെ അച്ചപ്പം കണ്ടോ, എല്ലാം പെട്ടെന്ന് വിടർന്ന് വരുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് അച്ചയിൽ നിന്ന് വിട്ടുപോരും. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക, കുറയ്ക്കുകയേ ചെയ്യരുത്. കാരണം ഒരുപോലുള്ള തീയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഒട്ടും എണ്ണ ചൂടാകത്തൊന്നുമില്ല, ഒരേ രീതിയിൽ തന്നെ നിൽക്കും. നമ്മൾ പിന്നെ ഇങ്ങനെ ഇത് ശ്രദ്ധിക്കണം. ഇട്ടിട്ട് നമ്മൾ എന്താ പറയുന്നത്, വേറെ ജോലിയിലേക്കൊന്നും പോകരുത്. ഇതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് തന്നെ വേണം നിൽക്കാൻ. അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓരോന്നിട്ട് പെതുക്കെ സാവധാനം ചെയ്യാൻ നോക്കുക. അപ്പം നമ്മുടെ അച്ചപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈ അച്ചപ്പവും ആയിട്ടുണ്ട്, നല്ല റൗണ്ട് ഷേപ്പിലുള്ള അച്ചപ്പവും ആയിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങളിത് മുറിച്ചിട്ട് ഞങ്ങൾ വിരളയിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു, മോതിരമായിട്ടൊക്കെ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അതൊക്കെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അപ്പം പണ്ടൊക്കെ ഓണം കുറച്ചുകൂടെ രസമായിരുന്നെന്ന് തോന്നുന്നു ഇപ്പോഴത്തേതിനെക്കാട്ടിലും. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, ഓണം എല്ലാവരും ആഘോഷിക്കുക. ഊഞ്ഞാലും ഒക്കെ കെട്ടി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി നല്ല ഐശ്വര്യമുള്ള എന്താ പറയുന്നത്, ആരോഗ്യത്തോടെ എല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ എല്ലാവരും ഇരിക്കുക. എല്ലാവർക്കും നല്ലൊരു അഡ്വാൻസ് ഹാപ്പി ഓണം വീണ്ടും വീണ്ടും ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വീഡിയോ കാണാത്തവരെ വീഡിയോ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.